ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ അച്ചാറാണ്. ഇതിനായി 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് ക്ലീൻ ചെയ്തതാ. നടുക്കത്തെ നാര് പോലുള്ള ആ കറുത്ത ഭാഗമൊക്കെ കളഞ്ഞിട്ടുണ്ട്. വാൽഭാഗം കളഞ്ഞിട്ടില്ല. ഇതൂടെ കളഞ്ഞെടുക്കാം. കഴുകിയെടുത്ത ചെമ്മീനിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് മസാല പിടിക്കാനായി അടച്ചു മാറ്റി വെക്കാം. ആ നേരത്തിന് ഇതിലേക്കുള്ള വെളുത്തുള്ളി ഇഞ്ചിയും ക്ലീനാക്കി ചതച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന മസാല ഉണ്ടാക്കാനായി 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ കടുക് ഉലുവയൊക്കെ പൊട്ടി ഇത് മൂത്ത് വന്നിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ പൊടിച്ചെടുക്കാം. ഇത് ചൂടാറുമ്പോഴത്തേന് ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി മഞ്ഞൾപ്പൊടി എടുത്തു വെക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് വേണം ബാക്കി പണി തുടങ്ങാൻ. അടുത്ത് നമുക്ക് കൊഞ്ച് വറുത്തെടുക്കാനായി നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നമ്മളെപ്പോഴും അച്ചാറുണ്ടാക്കാൻ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് നിരത്തിയിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ചെമ്മീനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇനി ഇതിൽ കിടന്ന് അകവും വെന്ത് പുറഭാഗം ഒരു ചെറിയ രീതിയിൽ കളർ മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഇതിന് മുകളിലൂടെ കട്ട് ചെയ്ത് കുറച്ച് കറിവേപ്പിലും കൂടെ വിതറി കൊടുക്കാം. ഇതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളമൊക്കെ വറ്റി വരാനായി മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കണം. ചെമ്മീൻ ഒത്തിരി മൂത്ത് പോകാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി എല്ലാ വശവും ഒരുപോലെ മൂപ്പിച്ചെടുക്കാം. പുറമൊക്കെ മൂത്ത് ഇതുപോലെ ഒരു കളറായി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ഈ ചെമ്മീൻ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കയറാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടി വരുമ്പോൾ 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കറിവേപ്പില ചെറുതായി മുറിച്ചതും ഇട്ട് ഇതിൻ്റെ പൊട്ടലൊക്കെ അടങ്ങി വരുമ്പം നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. ഇഞ്ചിയും വെളുത്തുള്ളി മൂത്ത് പോകുമൊന്നും വേണ്ട. ഇതുപോലൊന്ന് കളർ മാറി വരുമ്പോൾ 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടാൻ. പെട്ടെന്ന് തന്നെ നല്ലോണം ഇളക്കി പൊടികൾ മൂത്ത് വന്നാലുടൻ തന്നെ 1/4 കപ്പ് വിനീഗറും ഇതിലേക്ക് ചെമ്മീൻ വറുത്തതിൻ്റെ ബാക്കി എണ്ണയും കൂടെ ഒഴിച്ച് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഈ സമയം ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള എരിവും പുളിയും ഉപ്പും ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. അതോടൊപ്പം വറുത്ത് വെച്ചിരിക്കുന്ന കടുകും ഉലുവയും കൂടെ ചേർക്കാം. തിളച്ച് വന്നപ്പോഴേക്കും ഗ്രേവി നല്ല കട്ടിയായിട്ട് വന്നു. ഗ്രേവി കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി തിളച്ച് വന്നാലുടൻ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഈ ചെമ്മീനോട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കിലോയ്ക്ക് മാത്രം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്തത്. അധികം ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ ദിവസത്തിന് വേണ്ടിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വെള്ളമൊന്നും ചേർക്കാതെ വിനാഗിരിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഇത് നല്ലോണക്ക് തിളച്ച് എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. റെഡിമെയ്ഡ് അച്ചാറിനേക്കാൾ നല്ല രുചിയിൽ നമുക്ക് ഈ അച്ചാർ പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. താങ്ക്